ഇവിടെ ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എന്താ വിശേഷം? സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണോ? അപ്പോൾ ഇത് വേറൊരു വീഡിയോ, വേറൊരു ദിവസം. ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കോളേജിൽ ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു. ഒരേ ബാച്ചാണ്, പക്ഷെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ കോളേജിൽ നിന്ന് കാണും, സംസാരിക്കും, മിണ്ടും, അത്രയേ ഉള്ളൂ. ഒരു ഹായ് ബായ് ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഖത്തറിൽ ഞങ്ങൾ രണ്ടുപേരും ഖത്തറിലാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഫാമിലിനെ കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരെയും വിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു ഫാമിലീനേക്കാളും കൂടുതൽ നമുക്കൊരു ആര് സംസാരിക്കാനും ഒന്ന് മനസ്സിലാക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ ഞങ്ങളങ്ങ് പുറത്തിറങ്ങിയതാണ്, ഇവിടെ ഒരിക്കലും പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു 4 മണി 4:15 ആകുമ്പോൾ ഇറങ്ങി. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. കാരണം ഞങ്ങൾ പോകുന്നത് ഒരു മരുഭൂമി, ഒരു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് വെയിൽ താഴ്ന്നിട്ട് പോകുന്നതായിരിക്കുമല്ലോ. വെയിലാണെങ്കിൽ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരത്തെ പോയണ്ടാം, അതായത് ഒരുപാട് ചൂടാകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ച് പതുക്കെ പോയതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 40 to 45 മിനിറ്റ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ. നമ്മളവിടെ എത്തുമ്പോഴത്തേനും സൺസെറ്റ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ കയറി എത്തണമല്ലോ. അപ്പോൾ എന്തായാലും നടന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് നടന്നൊക്കെ തുടങ്ങി. ഇത് സ്ഥലം ഏതാ വെച്ചാൽ സിംഗിങ് സാൻഡ് ട്യൂൺസ് എന്നാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ്. പാട്ടൊക്കെ കേൾക്കും നമുക്ക് അവിടെ പോയാൽ, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് കൊണ്ടുപോയതാണെന്ന് തന്നെ പറയാം. പാട്ടൊന്നും കേട്ടില്ല, പക്ഷെ സൺസെറ്റൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അതിൽ നടന്ന് കയറി അവിടെ എത്തി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെയും നടന്ന് അതിൻ്റെ മുകളിലെത്തി സൺസെറ്റൊക്കെ കാണുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ കയറി. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് നന്നായി ഉറങ്ങുമായിരുന്നു, അതിനിടയിൽ എണീറ്റു. പിന്നെ നമ്മൾ പതുക്കെ കയറി അതിൻ്റെ മുകളിലെത്തി. ഈ സിംഗിങ് സാൻഡ് ട്യൂൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഉരുതി വരുമല്ലോ. ഇങ്ങനെ ഉരുതി വരുന്ന സമയത്ത് നമ്മൾ ഉരുതുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ. അപ്പോൾ അത് മണൽത്തരികളിലൂടെ തട്ടിയിട്ട് അത് പാട്ട് രൂപത്തിൽ അടിയിൽ നിന്ന് നിൽക്കുന്ന ആൾക്ക് കേൾക്കും. ഇപ്പം മേലെന്ന് ഒരാൾ വന്നാൽ അടിയിൽ അത് നിൽക്കുന്ന ആൾക്ക് ആ ഒരു പാട്ട് പോലെ അത് കേൾക്കും എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് മേലെ കയറിയത്. അത് ഇനി താഴെ പോയി നിൽക്കുമ്പോൾ കേൾക്കുമെന്നൊന്നും അറിയില്ല. ഞങ്ങളൊരു പാട്ടും കേട്ടില്ല സത്യം പറഞ്ഞാൽ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കേട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ചരിത്രം. ഞാൻ ഗൂഗിൾ ഹിസ്റ്ററിയിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. ഇത് സത്യമാണോ നുണയാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആർക്കെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ പാട്ട് വല്ലതും കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ നടന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ നടന്ന് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. കുട്ടികളൊക്കെ നല്ല സൂപ്പറായി നടക്കുന്നുണ്ടായിരുന്നു. നമുക്കാണ് നടക്കാൻ വലിയ ബുദ്ധിമുട്ട്. അവരൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ നടന്നോളൂ അവർ. ഉമ്മച്ചി വാ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മോൻ ഇടയ്ക്ക്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി. പതുക്കെ നടന്ന് അതിൻ്റെ മുകളിലെത്തി. നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര സ്ലിപ്പറിയാണ്. നമ്മുടെ കാല് പെട്ടെന്നൊന്നും മേലെ കയറ്റി വെക്കാൻ പറ്റില്ല, അങ്ങനെ സ്ലിപ്പായി പോകും. പക്ഷെ അതിൻ്റെ മുകളിലെത്തി സൺസെറ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഞങ്ങൾക്ക്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വെച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. എൻ്റെ ഹസ്ബൻഡ് സൗണ്ട് കേൾക്കുന്നു, പാട്ട് വല്ലതും കേൾക്കുന്നതുകൊണ്ട് കാതൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നും കേട്ടില്ല. ഈ താഴെ നിന്ന് നിൽക്കുന്നവർക്ക് നമ്മൾ ഈ ബലം ഉരുതി വരുമ്പോൾ കേൾക്കുമെന്നുള്ളതൊന്നും അറിയില്ല. അത് പരീക്ഷിച്ച് നോക്കാനുള്ള ആരോഗ്യം പിന്നെ അങ്ങോട്ട് ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഈ മാറ്റ് കൊണ്ടുവന്നത് താഴേക്ക് ഉരുതി പോവാന്നാണ്. പക്ഷേ ഈ മാറ്റ് വൺ ഫ്ലോപ്പായിരുന്നു, ഒന്നും നടന്നില്ല. അവസാനം കുട്ടികളെയൊക്കെ ഉന്തി അങ്ങനെ അതൊക്കെ സന്തോഷിപ്പിച്ച്, അവർക്കതൊരു സന്തോഷമാണല്ലോ. നമ്മൾ അങ്ങനെ സന്തോഷിച്ച് പാട്ട് കേട്ടു, പറഞ്ഞോന്നേ ഉള്ളൂ. ഇത് പാട്ടൊന്നും കേട്ടില്ല. ആരെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാലോ. പിന്നെ ഇതൊരു
വീക്ക് ഡേ ആയത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളല്ലാതെ ഒരു മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു കാറ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാറും ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നത് ഇതുപോലെയൊക്കെ നമ്മൾ കാണിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു റിഫ്രഷ്മെന്റ് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് പോയി കാണാവുന്ന ഒരു മസ്റ്റ് ട്രൈ ഒന്നുമല്ല, എന്നാലും കാണാം. നമുക്കൊരു റിഫ്രഷ്മെന്റ്, മൈൻഡിന് ഒരു റിഫ്രഷ്മെന്റ് കിട്ടും. പിന്നെ നമ്മളതൊരു തുമാമ മാളിൽ വന്നു. അവിടേക്ക് ഞങ്ങൾക്കൊന്നും പേടിക്കാണ്ടായതില്ല, അവർക്ക് പേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കയറിയുള്ളൂ അവരുടെ കൂടെ. പിന്നെ ഇവിടെ അൽസാജ് പറഞ്ഞിട്ടൊരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാ. അതൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ കുറച്ച് നേരം തുമാമയിൽ പിന്നെ ഒരു പാർക്കാണ്, ഒരു ഫാമിലി പാർക്കാണ്. കുറച്ച് നേരം കുട്ടികളൊക്കെ കളിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്നു. പിന്നെ കുട്ടികൾ കുറച്ച് നേരം കളിയായിരുന്നു. കുറേ നേരം കളിച്ചു അവർ. അവർക്ക് പിന്നെ കളി തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഇവർ സ്റ്റേ ചെയ്യുന്ന തുമാമയിൽ തന്നെയാണ്. പിന്നെ അവിടെ പോയി നമ്മൾ അവിടെ കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറയണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.